നമസ്കാരം. പ്രധാന വാർത്തകൾ. അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ് എന്നീ 5 ഭാഷകൾക്കാണ് പുതിയതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുക. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 6-ൽ നിന്ന് 11ആയി ഉയരും. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾക്കായിരുന്നു നേരത്തെ ഈ പദവി ലഭിച്ചിരുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം. ചുരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ മാസം 7 മുതൽ 11 വരെയാണ് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ദേശീയപാത 755ന്റെ ഭാഗമായ കോഴിക്കോട് കൊല്ലങ്ങൽ റോഡിലാണ് അറ്റകുറ്റപ്പണി. ഇതിന്റെ ഭാഗമായി ചുരത്തിലെ 2, 4 വളവുകളിൽ താഴ്ന്നുപോയ ഇന്റർലോക്ക് കട്ടകൾ ഉയർത്തുന്ന പ്രവൃത്തികൾ നടക്കും. 6, 7, 8 വളവുകളിലെ കുഴിയടക്കലും ഈ ദിവസങ്ങളിൽ നടക്കും. 7 മുതൽ 11 വരെ ദിവസങ്ങളിൽ പകൽ സമയത്തായിരിക്കും നിയന്ത്രണമെന്നും ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ നടത്താൻ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ ഓടുന്ന ബസ്സിൽ സ്ത്രീകൾക്കും സഹയാത്രികർക്കും നേരെ ഗുണ്ടാതിക്രമം. യുവാക്കൾ അറസ്റ്റിൽ. 5 അംഗ സംഘമാണ് സ്ത്രീകളോടും കുട്ടികളോടും അടക്കം അതിക്രമം കാട്ടിയത്. പിന്നാലെ ബസ് ജീവനക്കാർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു കയറ്റി പ്രതികളെ പോലീസിന് കൈമാറി. 3 പേർ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുതുവൈപ്പ് സ്വദേശി ജോബി, കാക്കനാട് സ്വദേശി ഷാജി എന്നിവരെയാണ് പിടികൂടിയത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. അതിക്രമം തടയാൻ ശ്രമിച്ച കണ്ടക്ടർക്കും മർദ്ദനമേറ്റിരുന്നു. കടന്നുകളഞ്ഞ പ്രതികൾക്കായി തെരച്ചിൽ നടക്കുന്നു. നവകേരള യാത്ര. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയ ഗൺമാന്മാർക്ക് ക്ലീൻ ചീറ്റ്. ഇവർക്കെതിരായ കേസിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് നൽകി. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് പര്യാപ്തമായ ഇടപെടൽ മാത്രമാണ് നടത്തിയതെന്നുമാണ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കേസിന് പര്യാപ്തമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ദൃശ്യങ്ങൾ ഹാജരാക്കാൻ മാധ്യമങ്ങൾക്ക് നോട്ടീസ് നൽകിയെങ്കിലും യാതൊരു ദൃശ്യങ്ങളും ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റാരോപിതരായ സന്ദീപും അനിൽകുമാറും നടത്തിയത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മദ്യലഹരിയിൽ വാഹനമോടിച്ച സീരിയൽ നടി മറ്റ് 2 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. സീരിയൽ നടി മദ്യലഹരിയിൽ ഓടിച്ച കാർ മറ്റ് 2 വാഹനങ്ങൾ ഇടിച്ചു. അപകടത്തെ തുടർന്ന് MC റോഡിൽ 1 മണിക്കൂറോളം ഗതാഗത കുരുക്ക്. വ്യാഴാഴ്ച വൈകുന്നേരം 6-ന് കുളനട ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന്റെ മുൻവശത്തായിരുന്നു അപകടം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി രജിതയാണ് മദ്യപിച്ച വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയത്. നടി മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശേഷം നടിക്കെതിരെ പോലീസ് കേസെടുത്തു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.